മറ്റന്നാൾ നടക്കും 26-ാം തീയതി നടക്കുന്ന കൗൺസിൽ ഉൾപ്പെടെ ഈ വിഷയങ്ങൾ അതിൽ ചർച്ച ചെയ്ത് ഇതിനു വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കുന്നതിന് വേണ്ടി പ്രതിപക്ഷ കൗൺസിലർമാർ അതിശക്തമായ ശബ്ദം കൗൺസിൽ നടത്തും. അതെ അതെ ഞാൻ പറയാം, അതായത് നമ്മൾ ഈ പാളയം മാർക്കറ്റും സെൻട്രൽ മാർക്കറ്റൊക്കെ പൊളിക്കാൻ കാണിക്കുന്ന വ്യഗ്രത ഉണ്ടല്ലോ അധികാരികളുടെ, അതൊക്കെ അൺഫിറ്റ് ആകാത്തൊരു ബിൽഡിംഗ് ആണ്. ഈ സ്വാഭാവികമാണ്. ഇത് ഈ ഒരു അൺഫിറ്റ് ബിൽഡിങ്ങിന്റെ അകത്ത് ലൈസൻസ് ഇഷ്യൂ ചെയ്യേണ്ട അധികാരം പ്രതിപക്ഷത്തിനല്ലല്ലോ. ഈ അൺഫിറ്റ് ബിൽഡിങ്ങിന്റെ അകത്ത് ലൈസൻസ് ഇഷ്യൂ ചെയ്യേണ്ട അധികാരം പ്രതിപക്ഷത്തിനല്ല, ഭരണപക്ഷത്തിനാണ്. അവരതിനെതിരെ സ്റ്റേ പോയി എന്നൊക്കെയുള്ള വാർത്ത വെറും വ്യാജമാണെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. 5ഓളം ബിൽഡിങ്ങുകൾ അൺഫിറ്റ് ആയിട്ട് ഇപ്പൊ നിലവിൽ നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എന്റെ വാർഡിൽ തന്നെ 2 ബിൽഡിംഗ് നിലവിൽ അവിടെ പൊളിക്കാനുള്ള ഓർഡറായി നിൽക്കുന്ന സാഹചര്യമുണ്ട്. ഈ പാവപ്പെട്ട തൊഴിലാളികളുടെ മരണത്തിന് ഇരയാക്കിയിട്ടുണ്ടെങ്കിൽ 3 പേരുടെ മരണം ഇതിന് കണ്ണു തുറപ്പിക്കാൻ കോഴിക്കോട് കോർപ്പറേഷന്റെ അധികാരികൾക്ക് കഴിയണമെന്നുള്ളതാണ് അവസ്ഥ. ഞങ്ങൾ 5 കെട്ടിടങ്ങളുടെ കാര്യം ചർച്ചയായി. ആ കെട്ടിടത്തിൽ ഒന്ന് ഇതാണോ? അതെ, 100%. ഇത് തന്നെയാണ്. ഇതും നേരത്തെ ഇവിടെ SK പറഞ്ഞതുപോലെ തന്നെ വേണാടും അതുപോലെ തന്നെ ത്രിവേണി ബിൽഡിംഗ് ഉൾപ്പെടെയൊക്കെ പൊളിക്കാൻ ഓർഡർ ആയിട്ടുള്ളതാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട, ഈ ഒരു മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും വ്യാപാരികളും തൊഴിലാളികളും മാത്രമല്ല വെള്ളിയങ്ങാടിയിൽ കടന്നു വരുന്ന സമയം. ഈ സമയത്ത് റംസാൻ റിലീഫുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഉൾനാടുകളിലേക്ക് സപ്ലൈ പോകേണ്ട ഒരു സമയം കൂടിയാണ്. അപ്പോൾ ഒരുപാട് ആളുകൾ, നാട്ടുകാരൊക്കെ ഇവിടെ കടന്നു വരുന്ന സമയം കൂടിയാണ്. ആ സമയത്ത് ഇങ്ങനെ ഒരു അപകടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ആ അപകടത്തിൽ നിന്ന് 3 പേരുടെ ജീവൻ ഇപ്പോൾ ഇവിടെ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇത് പ്രതിപക്ഷത്തിന്റെ അനാസ്ഥയാണോ? പ്രതിപക്ഷം സമരം ചെയ്യാത്തതുകൊണ്ടാണ്? പ്രതിപക്ഷം സമരം ഇത് ഉയർത്തി കാണിക്കാത്തത് കൊണ്ടാണ്? ഈ പൊളിഞ്ഞ കെട്ടിടത്തിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു പുതിയൊരു സ്ഥാപനം തുടങ്ങിയിട്ട് മാസങ്ങളായിട്ട്. അതെ, നിങ്ങളിപ്പോൾ അതൊക്കെ കണ്ടു. ഞങ്ങളിപ്പോൾ അവിടെ നിന്നാണ് വരുന്നത്. നിങ്ങളെ സഹോദരന്മാർ അവിടെ ഉണ്ടായിരുന്നു, സഹപ്രവർത്തകർ അവിടെ ഉണ്ടായിരുന്നു. ആ കെട്ടിടത്തിന്റെ ഷട്ടർ നിങ്ങൾ പരിശോധിക്കും. 1 മാസം പോലും പഴക്കം അതിനില്ല. 5 ദിവസം മുമ്പ് ലൈസൻസ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ഈ ലൈസൻസ് ഇഷ്യൂ ചെയ്യുന്ന അൺഫിറ്റ് ആയിട്ടുള്ള ഈ ബിൽഡിങ്ങിന്റെ അകത്ത് ലൈസൻസ് ഇഷ്യൂ ചെയ്യാനുള്ള അധികാരം ആർക്കാണ്? പ്രതിപക്ഷത്തിനാണ്, ഭരണപക്ഷത്തിനല്ലേ? അത് പരിശോധിക്കേണ്ട കടമ അവർക്കല്ലേ? ഞങ്ങൾക്ക് ഇതിനെതിരെ കോർപ്പറേഷൻ കൗൺസിലിൽ ശക്തമായി 26, 27, 28 ദിവസങ്ങളിൽ നടക്കുന്ന, ഇപ്പം ഞങ്ങൾ വരുന്നത് വികസന സെമിനാറിൽ നിന്നാണ് അല്ലേ? വികസന സെമിനാറിൽ വരും കാലത്തുള്ള വാർഷിക പദ്ധതി തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കോർപ്പറേഷൻ കൗൺസിൽ വിളിച്ചു ചേർത്ത സെമിനാറിൽ നിന്നാണ് കടന്നു വരുന്നത്. അവിടങ്ങളിലൊക്കെ നിങ്ങൾ ആ പേജും പരിശോധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. ഇതൊക്കെ എന്നോ പൊളിക്കാനുള്ള ഓർഡർ മാറ്റി പുതിയ DPR തയ്യാറാക്കി അവിടെ പുതിയ പദ്ധതി കൊണ്ടുവരേണ്ട ആലോചിക്കുന്ന ഒരു യോഗത്തിൽ നിന്നാണ് കടന്നു വരുന്നത്. അപ്പോഴാണ് ഇങ്ങനെ ഒരു ദാരുണമായ സംഭവം അവിടെ ഉണ്ടാവുന്നത്. ഈ 3 പേരുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം കൊടുത്തേ പറ്റൂ, യാതൊരു സംശയവുമില്ല. ഈ 3 പേരുടെ ജീവന് പകരം വെക്കാൻ ഈ നഷ്ടപരിഹാരം കൊണ്ടൊന്നും ആവില്ല. എന്നിരുന്നാലും ഇത് വരുത്തി വെച്ച വിനയാണ്, ഇത് വരുത്തി വെച്ച കൊലപാതകം തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം. അതിന് കോർപ്പറേഷൻ ഭീമമായ നഷ്ടപരിഹാര തുക അവർക്ക് കൊടുത്തേ പറ്റൂ, യാതൊരു സംശയവും. ഒന്ന് അവിടെ സാധനം കൊണ്ടുവന്ന ലോറി ഡ്രൈവറാണ്. ആ ലോറി ഡ്രൈവർ ആ ലോറിയുടെ ഓണറും കൂടിയാണ്. അദ്ദേഹമാണ് മരിച്ചത്. 3ാമത്തെ ഒരു വ്യക്തി മരിച്ചതിനെ പറ്റി നമ്മൾ ആരാണെന്നുള്ള വ്യക്തമായിട്ട് നമുക്ക് കിട്ടിയിട്ടില്ല. 2 ആൾ കിട്ടി. പിന്നെ ഇവിടെ പാളയം മാർക്കറ്റിനെ പറ്റി, പാളയം പച്ചക്കറി മാർക്കറ്റ് നമ്മൾ അങ്ങോട്ട് മാറ്റുന്നതിനെ പറ്റിയാണ് ഈ പ്രതിപക്ഷം സമരം ചെയ്യുന്നത്. പാളയം മാർക്കറ്റ് അവിടെ തന്നെ പുനർനിർമ്മാണം നടത്തി ഏക്കർ കണക്കിൽ സ്ഥലം അതിന്റെ ബേക്കിലുണ്ട്. അത് എടുത്ത് അവർക്ക് പുനർനിർമ്മാണം നടത്തി പച്ചക്കറി മാർക്കറ്റ് ആധുനിക രീതിയിൽ അവിടെ തന്നെ സ്ഥാപിക്കണമെന്നാണ് നമ്മൾ വാദിക്കുന്നത്. അല്ലാതെ ആ കെട്ടിടം പൊളിക്കുന്നതിന് എതിരല്ല. 1977 അവിടെ പാസ്പോർട്ട് ഓഫീസിന്റെ പഴയ പാസ്പോർട്ട് ഓഫീസ് നിലനിന്നിട്ടുണ്ടായ സാഹചര്യമായ കെട്ടിടമാണ്. നിങ്ങൾ ആ കമ്പി ഒന്ന് കണ്ടാൽ പോരെ? ഏത് കാലത്തെ കമ്പിയാണത്? ഞങ്ങളൊന്നും ജീവിതത്തിൽ കാണാത്ത രീതിയിലുള്ള ഒരു കമ്പിയാണ് അവിടെ പുറത്തേക്ക് തള്ളിയിരിക്കുന്നത്. എന്നിട്ട് ആ കമ്പി കവർ ചെയ്തതിന് വേണ്ടിയിട്ടുള്ള താൽക്കാലിക പാച്ചപ്പ് നൽകി എന്തിനാണ് ഇതുപോലെയുള്ള ഒരു ലൈസൻസ് എടുക്കുന്നതിന് വേണ്ടിയുള്ള സാഹചര്യം കോഴിക്കോട് കോർപ്പറേഷൻ ഒതുക്കുന്നത്? അത്രക്കും കഷ്ടപ്പാടാണ് കോർപ്പറേഷനിലെ വരുമാനം എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള അൺഫിറ്റായ ബിൽഡിങ്ങിന്റെ അകത്ത് വരുമാനം ഉണ്ടാക്കുന്ന വേണ്ടിയിട്ടാണോ ഞങ്ങളെപ്പോലെയുള്ള സമിതികളൊക്കെ ഇവിടെ ഉള്ളത്? ഞങ്ങളൊക്കെ സസൂക്ഷ്മം ഇതിനെ പരിശോധിച്ച് മരാമത്ത് വകുപ്പും അതുപോലെ തന്നെ മറ്റുള്ള ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയൊക്കെ ഇത് പരിശോധിച്ച് ഇത് അൺഫിറ്റാണെന്ന് ബോധ്യപ്പെടുത്തി ഇത് പൊളിക്കണമെന്ന് ഓർഡർ വിട്ടതാണ്. അപ്പൊ ആരാണ് ഇതിന്റെ പിന്നിൽ? നിങ്ങൾ അന്വേഷണം മനസ്സിലാവും. അൺഫിറ്റ് അല്ലാന്ന് എങ്ങനെയാണ്? എന്തുകൊണ്ട് പൊളിക്കാൻ തീരുമാനിച്ചു? അതിന്റെ TPR തയ്യാറാക്കിയിട്ടുണ്ട്. മേയറോട് ചോദിക്കണോ? ഇത് പൊളിച്ച് പുതിയ ബിൽഡിംഗ് എടുക്കാൻ TPR തയ്യാറാക്കിയിട്ടുണ്ട്. മേയർ അതിന് മറുപടി പറയട്ടെ. അല്ല, മേയർ മറുപടി പറയട്ടെ. ഇത് പുതിയ ബിൽഡിംഗ് പൊളിച്ച് പുതിയ ബിൽഡിംഗ് എടുക്കാൻ വേണ്ടി 2024 അതിന്റെ TPR തയ്യാറാക്കി കഴിഞ്ഞതാ. പിന്നെ എങ്ങനെ മേയർ ഇത് പിന്നെ പൊളിക്കാൻ തീരുമാനിച്ചില്ല എന്ന് പറയും? ഞാൻ അറിഞ്ഞത് അങ്ങനെയല്ലല്ലോ. മേയർ പറഞ്ഞത് ഇതിനെക്കുറിച്ച് അറിഞ്ഞില്ല, ഒന്ന് അന്വേഷിക്കട്ടെ ഇപ്പൊ ഇവിടെ വന്നപ്പോൾ ചിലപ്പോൾ അദ്ദേഹം അന്വേഷിച്ചിട്ട് പറഞ്ഞതായിരിക്കാം. പക്ഷെ എന്നിരുന്നാലും ഞാൻ നിങ്ങളോട് പറയാം, അൺഫിറ്റ് ഒരു ചർച്ച വരാനുള്ള സാഹചര്യം എന്താ ഉണ്ടായത്? അത് നിലവിലുള്ള ബിൽഡിംഗ് ആണോ? നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ബിൽഡിംഗ് ആണോ? അത്
അൺഫിറ്റ് എന്നുള്ള ചർച്ച പിന്നെ എങ്ങനെയാണ് വന്നത്? ഞങ്ങളാണോ കൊണ്ടുവന്നത്? കഴിഞ്ഞ കൗൺസിലിൽ തന്നെ 5 ബിൽഡിങ്ങിൽ പൊളിക്കാനുള്ള ഓർഡർ ആക്കിയതിൽ ഈ ബിൽഡിങ്ങിൽ വേണാട് ഉൾപ്പെടെ ത്രിവേണി ഉൾപ്പെടെയുള്ള ബിൽഡിംഗ് ഉണ്ടോ? നിങ്ങൾ പരിശോധിക്കും. ഞങ്ങൾ അതിന് വേണ്ട രേഖകൾ തരാം. അജി കുഞ്ഞുമോൻ കൂടി ചേരുന്നുണ്ട് നമുക്കൊപ്പം. അപകടം നടന്ന സ്ഥലത്തു നിന്നാണ് അജി ചേരുന്നത്. അജി, ഇപ്പോൾ ഈ തരത്തിലുള്ള ചർച്ചകൾ അവിടെ ഉയരുന്നുണ്ട്, വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയരുന്നുണ്ട്. 3 ജീവനുകൾ പൊലിഞ്ഞു പോയിരിക്കുന്നു. ആ ഒരു ദുഃഖകരമായ സത്യം, അതിൻ്റെ മുകളിലാണ് ഈ ചർച്ചകളെല്ലാം വരുന്നത് എന്നുള്ളതാണ് ഏറ്റവും നിർഭാഗ്യകരം. തീർച്ചയായിട്ടും സ്മിത, ചർച്ചകളൊക്കെ ഈ ഘട്ടത്തിലായിരുന്നില്ല അത് വേണ്ടിയിരുന്നത്. പ്രത്യേകിച്ച് ഈ കാലപ്പഴക്കം ചെന്നിരുന്ന കെട്ടിടം, ആ ദൃശ്യങ്ങൾ തന്നെ നമുക്ക് കാണാൻ കഴിയും. അതിൻ്റെ തൊട്ട് താഴെ പുതിയതായിട്ട് തുടങ്ങിയ ഒരു സ്ഥാപനം നമുക്ക് കാണാൻ കഴിയും. മുകളിലായിട്ടുള്ള ഒരു ജിമ്മും അതിൻ്റെ ട്രെയിനിങ് സെൻറ്ററും പ്രവർത്തിക്കുന്നതൊക്കെ കാണാം. അപ്പോൾ ഇത്തരത്തിൽ കാലപ്പഴക്കം ചെന്ന ഒരു ബിൽഡിങ്ങിന് ആരാണ് ഫിറ്റ്നസ് കൊടുത്തത് എന്നതടക്കമുള്ളത് ചോദ്യം ഉയരുകയാണ്. വലിയ തരത്തിലുള്ള ഒരു അപകടം, 3 മനുഷ്യജീവനുകൾ പൊലിഞ്ഞ ഒരു അപകടമാണ് ഇന്ന് രാവിലെ ഇവിടെ നടന്നത്. നമുക്കിവിടെയുള്ള ആളുകളോട് തന്നെ ചോദിക്കാം, നിങ്ങൾ ഈ അപകട സമയത്തുണ്ടായിരുന്നോ? അവിടെ ഇല്ലായിരുന്നു. ഈ കെട്ടിടം കാലപ്പഴക്കം ഒരുപാട് പോയിട്ട് കൊല്ല പഴക്കമുണ്ടെന്നായിരുന്നു. എന്തോ 8 ബിൽഡിങ്ങിനകത്തും ഇത് കൊടുത്തിക്കേനും ഇവിടെ പൊളിക്കുകയല്ലേ. അവർ നടപടി എടുത്തില്ല എന്നാണ് പറയുന്നത്. 3 തൊഴിലാളികൾ മരണപ്പെട്ടു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. വളരെ ദുഃഖം രേഖപ്പെടുത്തുന്നു. വലിയ തരത്തിലുള്ള ഒരു പ്രതിഷേധവും കൂടെ ഇവിടെ ഉണ്ട്. കാരണം തൊഴിലാളികൾ വിശ്രമിക്കുന്ന ഒരു സ്ഥലവും കൂടിയാണ് ഇവിടെ ഉള്ളത്. നമുക്ക് ഈ ഒരു മിനി വാൻ കാണാൻ കഴിയും, ഒരു മിനി ലോറി കാണാൻ കഴിയും. ഈ ലോറിയുടെ ഡ്രൈവറും ഈ അപകടത്തിൽ മരണപ്പെട്ടു. അദ്ദേഹം നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നത് പോലെ ഇവിടെ സാധനങ്ങൾ ഇറക്കാൻ വന്നതാണ്. അതിനുശേഷം അദ്ദേഹം അതിനടിയിലിരിക്കുമ്പോഴാണ് ഇത്തരത്തിലൊരു അപകടം വന്നത്. ആ ലോറിയുടെ ഡ്രൈവറും ഈ അപകടത്തിൽ മരണപ്പെട്ടു എന്നുള്ള ഒരു സങ്കടകരമായ കാര്യം തന്നെയാണ് പറയാനുള്ളത്. പ്രത്യേകിച്ച് വലിയങ്ങാടിയിൽ വലിയ തിരക്കുകൾ അനുഭവപ്പെടുന്ന സ്ഥലമാണ്. ആ തിരക്ക് അനുഭവപ്പെടുന്ന ഒരു സ്ഥലത്താണ് ഇത്തരത്തിൽ കാലപ്പഴക്കം ചെന്ന ഒരു കെട്ടിടം പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും എടുത്ത് പറയേണ്ടത്. 7 പേരാണ് പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് 7 പേരായിരുന്നു ഈ സ്ഥലത്തുണ്ടായിരുന്നത്. അതിൽ 3 പേരുടെ മരണമാണ് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത്. 2 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നും ഈ ഘട്ടത്തിൽ അറിയാൻ കഴിയുന്നു. കോഴിക്കോട് വലിയങ്ങാടിയിലാണ് ഇത്തരത്തിൽ ഒരു അപകടം സംഭവിച്ചത് എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. കോഴിക്കോട് DCC പ്രസിഡന്റ് അടക്കമുള്ളവരുടെ സംഘവും ഈ സ്ഥലത്ത് ഇപ്പോൾ വന്നിട്ടുണ്ട്. ഇത് മാത്രമല്ല, വലിയ തരത്തിലുള്ള ഒരു പ്രതിഷേധം കോർപ്പറേഷന് എതിരെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. ഇപ്പോൾ കോഴിക്കോട് DCC പ്രസിഡന്റ് പ്രവീൺ കുമാർ നമുക്കൊപ്പം ചേരുകയാണ്. ഈ കാലപ്പഴക്കം ചെന്ന ഒരു കെട്ടിടമാണ് എന്നുള്ളൊരു ആരോപണമുണ്ട്. എങ്ങനെയായിരുന്നു ഈ ആരോപണം? ഞങ്ങൾ എന്നും ഉന്നയിച്ചതാണ്. കാലപ്പഴക്കുന്ന കെട്ടിടങ്ങളൊക്കെ തന്നെ ലൈസൻസ് കൊടുക്കുന്നതും അവിടെ കച്ചവടം നടത്തുന്നതൊന്നും കോൺഗ്രസ് എന്നും ആവശ്യപ്പെട്ട കാര്യമാണ്, UDF ആവശ്യപ്പെട്ട കാര്യമാണ്. അതൊന്നും കേൾക്കാൻ സമയമുണ്ടായില്ല. ഇവിടുത്തെ കോർപ്പറേഷൻ താല്പര്യം മറ്റു പല കാര്യത്തിലാണ്. എന്നാൽ ഈ ഒരു ഘട്ടത്തിലൊന്നും പറയുന്നില്ല. ഇത് കോർപ്പറേഷൻ്റെ നിരുത്തരവാദപരമായ നടപടികാരനാണ് ദുരന്തമുണ്ടായത്. ഈ ദുരന്തത്തിൽ നിന്ന് രക്ഷിക്കാൻ നടപടി പെട്ടെന്ന് പോവുക, രക്ഷാപ്രവർത്തനങ്ങൾ സജീവം പങ്കെടുക്കുക, ബാക്കിയെല്ലാം പിന്നെ പറയാം. കഴിഞ്ഞ കൗൺസിലടക്കം ഈ കാലപ്പഴക്കം എന്ന കെട്ടിടങ്ങൾ ഒരുപാട് ഇവിടെ ഉണ്ട്, അതിന് ഫിറ്റ്നസ് ഒക്കെ കൊടുക്കുന്നു എന്ന തരത്തിലുള്ള ആക്ഷേപങ്ങളൊക്കെ മുൻ ഭരണസമിതിയുടെ കാലത്തൊക്കെ ഉയർന്നിരുന്നു. അപ്പോൾ അന്നും വലിയ തരത്തിലുള്ള പ്രതിഷേധം കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായിരുന്നല്ലോ. ഞങ്ങൾ കഴിഞ്ഞ 5 വർഷക്കാലമായി ഈ ആവശ്യം പൊതുസമൂഹത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിരന്തരമായ പെറ്റീഷൻസ് നിരന്തരം ആവശ്യമുണ്ടായിരുന്നു. അതൊന്നും ചെവി കൊടുത്തില്ല കോർപ്പറേഷൻ. ഈ ദാരുണമായ ദുരന്തത്തിന് കാത്തുകൊണ്ടി വന്നു. ഇതുമാത്രമല്ല, ഇനിയുമുണ്ട് കെട്ടിടങ്ങൾ. ഇത്തരം കെട്ടിടങ്ങളുടെ പ്രവർത്തനം പെട്ടെന്ന് അവസാനിപ്പിക്കണം. മാത്രമല്ല, അവിടെ നിന്നുള്ള കച്ചവടക്കാരെ നിർത്തി അവർക്ക് ബദൽ സംവിധാനം ഉണ്ടാക്കണം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഞങ്ങൾ കൂടുതലൊന്നും പറയുന്നില്ല. ഈ അപകടത്തിൽ അതിയായ ദുഃഖം രേഖപ്പെടുത്തുന്നു. പരിക്കേറ്റവർക്ക് ആവശ്യമായ ഏറ്റവും മികച്ച ചികിത്സ നൽകണം. മറ്റു കാര്യങ്ങളൊക്കെ പിന്നെ പറയാം. പ്രവീൺ കുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടായിരുന്നുണ്ട്. ഇത് ചേട്ടൻ ഇവിടെ ജോലി ചെയ്യുന്ന ആളാണോ? ജോലി ചെയ്യുന്ന ആള്. കാലപ്പാക്കം തന്നെ ആകുമ്പോൾ തന്നെ ഉണ്ട് അവിടെ. നിങ്ങൾ പോയേക്കാണ് അതിൻ്റെ അത് ഉദ്ഘാടനം ചെയ്തതും ആ വർഷങ്ങൾ അതിലുണ്ട്. ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ അതിൽ തന്നെ നോക്കിയാൽ കാണാം. എന്നോട് ചോദിക്കേണ്ട ആവശ്യമില്ല. ഇതേമാതിരി തന്നെ പാളയം എത്രയും പെട്ടെന്ന് അവിടെ മാറ്റണം. പഴയ ബിൽഡിംഗാണ്. അതാണ് ഞങ്ങൾക്കും പറയാനുള്ളത്. എതിരാണ് നടപടി എടുക്കേണ്ടത്. ഇത്രയും കാലം സ്റ്റേ പോവാണ്. ഇത്രയും കാലം സ്റ്റേമിലാണ് ഇത് പോയത്. അതുകൊണ്ടാണ് കെട്ടിടം എല്ലാവരും എല്ലാ മുതലാളിമാരും സ്റ്റേ ചെയ്യാണ്. പൊളിക്കാൻ കോർപ്പറേഷൻ ഓർഡർ ആയതാണ്. ഇപ്പൊ ഇതുപോലെ തന്നെയല്ലേ പാളയം മാർക്കറ്റും, അത് പൊളിക്കണമെന്ന് പറഞ്ഞിട്ട് പൊളിക്കുന്നില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.